തീർച്ചയായിട്ടും വിജയകുമാർ, ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുകയാണ്. വീണ്ടും 25% അധിക തീരുവ ഏർപ്പെടുത്താനുള്ള US നടപടിയെ അത് നിർഭാഗ്യകരമാണ്. ആ ഒരു തീരുമാനം, US-ന്റെ തീരുമാനം എന്നായിരുന്നു ഇന്ത്യ വിശേഷിപ്പിച്ചത്. മറ്റ് രാജ്യങ്ങൾ അവരുടെ ദേശ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ഈ അധിക തീരുവ ചുമത്താനുള്ള തീരുമാനം അത് നിർഭാഗ്യകരം എന്നായിരുന്നു ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ ഈ നടപടി, US-ന്റെ നടപടി അന്യായവും നീതീകരിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരു നടപടിയാണ് US-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇതുമായി ബന്ധപ്പെട്ട സ്വീകരിക്കും എന്നത് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആവർത്തിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ഈ തീരുമാനത്തെ ഇപ്പോൾ നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ 25% തീരുവ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ, അതിന്റെ അനന്തരഫലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കുകയാണെന്ന് തന്നെയാണ് ഇന്ത്യ അറിയിച്ചിരുന്നത്. അതിനുശേഷമാണ് വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 25% തീരുവ വീണ്ടും ഏർപ്പെടുത്തിയത്. അങ്ങനെ 50% തീരുവയും നേരത്തെ ഏർപ്പെടുത്തിയ പിഴയും ഇതിന്റെ ഭാഗമായി ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കൂടിയായിരിക്കും രാജ്യം വരുന്ന മണിക്കൂറുകളിൽ കടക്കുക. വിജയകുമാർ. അച്യുതൻ, ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഈ മാസം അവസാനം അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അതിന് ഇതുവരെ മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് നേരത്തെ നമ്മൾ നടത്തിയ പരിശോധനയിൽ കണ്ടത്. ആ തീയതിയിൽ 25-നാണ് US പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇക്കാര്യത്തിലൊക്കെ എന്തായിരിക്കും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും വാണിജ്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ നിലപാട്? ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന സൂചന ഇതുവരെയുള്ള പ്രതികരണത്തിൽ ഇന്ത്യ നൽകുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഇന്ത്യ US-മായിട്ടുള്ള വ്യാപാര കരാർ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത് ഇന്ത്യ അവിടെ ശക്തമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നുണ്ട്. US-ന്റെ നടപടിയെ കൃത്യമായി അതിനെതിരെയുള്ള വിമർശനം അല്ലെങ്കിൽ അതിനെ നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ പുറത്തു വന്ന ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട US വീണ്ടും ഇത്തരം നടപടികൾ തുടർന്നാൽ മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളെ പറ്റിയായിരിക്കും ഇന്ത്യ ചർച്ച ചെയ്യുക എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതുമായി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ, അതിലിനി ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന തീരുമാനം എന്താണ്? US-മായി വീണ്ടും ഇത്തരത്തിൽ ഈ വ്യാപാര ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത എന്തായാലും ഉണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ US-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടി അത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ദോഷകരമായി മാറുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പഠിച്ചുകൊണ്ടായിരിക്കും, അതിനെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക. യെസ്, അൺഫെയർ, അൺജസ്റ്റിഫൈഡ്, അൺറീസണബിൾ, ഈ 3 വാക്കുകളാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണത്തിലുള്ളത്. സാധാരണ അമേരിക്കയുമായൊക്കെയുള്ള വിഷയങ്ങളിൽ ഇത്രയും ഷാർപ്പായ, ഇത്രയും രൂക്ഷമായ പ്രതികരണം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. ഈ കഴിഞ്ഞ നാളിലെ സാഹചര്യമൊക്കെ പരിശോധിച്ചാൽ അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തന്നെയുമല്ല, പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോവുകയാണ്, ജപ്പാനിലേക്ക് പോവുകയാണ്. ഈ അമേരിക്കൻ ഈ താരിഫ് ഭീഷണി നിലനിൽക്കെ നടത്തുന്ന ചൈന സന്ദർശനത്തിനും ജപ്പാൻ സന്ദർശനത്തിനും ഒപ്പം അജിത് ഡോവൽ ഇപ്പോൾ മോസ്കോയിൽ നടത്തുന്ന നിർണായക ചർച്ചകൾക്കുമൊക്കെ വലിയ നയതന്ത്ര പ്രാധാന്യം തന്നെയുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് ഓയിൽ നൽകാം എന്ന് വീണ്ടും റഷ്യ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നൽകുന്നതിനേക്കാൾ വില കുറച്ച് നൽകാം എന്നാണ് റഷ്യ ഇന്ന് അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി നടത്തിയ ചർച്ചയിൽ റഷ്യൻ പ്രതിനിധികൾ പറഞ്ഞത്. അതും ഈ അമേരിക്കൻ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ തന്നെയാണ്.